എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് 1 വയസ്സ് മുതലൊക്കെ കുട്ടികൾക്ക് കൊടുക്കാവുന്ന അവിൽ മിൽക്കിൻ്റെ റെസിപ്പി കാണാം. 2 രീതിയിലാണ് അവിൽ മിൽക്ക് ഉണ്ടാക്കുന്നത് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ആ രണ്ടിലും കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്നതും വളരെ ന്യൂട്രീഷ്യസും ആയിട്ടുള്ള രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് വെള്ള കളറിലുള്ള അവൽ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ചുവന്ന കളറിലുള്ള അവലായാലും നല്ലതാണ്. 1 കപ്പ് അവലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഈ അവലൊന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ചൂടായ പാനിലേക്ക് അവലൊന്ന് ഇട്ട് കൊടുക്കാം. ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ട് 2-3 മിനിറ്റ് നന്നായിട്ട് വറുത്തെടുക്കാം. അവിൽ മിൽക്ക് കുട്ടികൾക്ക് മാത്രമല്ല ഏത് പ്രായത്തിലുള്ളവർക്കും കുടിക്കാവുന്ന നല്ല റിഫ്രഷിംഗ് ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ്. ഇപ്പോൾ ഒരു 3 മിനിറ്റ് കഴിഞ്ഞു. അവൽ നന്നായിട്ട് റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ആദ്യത്തെ ടൈപ്പ് അവിൽ മിൽക്ക് ഉണ്ടാക്കാം. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ 2 ഗ്ലാസ്സിൽ ഉണ്ടാക്കുന്നുണ്ട്, അതുകൊണ്ടാണ് 2 ഗ്ലാസ് പാൽ ഒഴിച്ചത്. നല്ല തണുത്ത പാലെടുക്കുന്നതാണ് നല്ലത്. ഇനി ഇതിലേക്ക് 2 ബിസ്ക്കറ്റ് ചേർത്ത് കൊടുക്കാം. ഏത് ടൈപ്പ് ബിസ്ക്കറ്റ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കാം. ഇത് ഓപ്ഷണലാണ്. ഇതിന് പകരമായിട്ട് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്താലും മതി. ഈ റെസിപ്പിയിൽ ഞാൻ വേറെ പഞ്ചസാര ചേർക്കുന്നില്ല. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം റോസ് സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതും ഓപ്ഷണലാണ് കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മിൽക്ക് സെറ്റ് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഇതിന് വേണ്ടിയിട്ട് എടുക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു മാങ്ങയുടെ പകുതി ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 സ്ട്രോബെറീസ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പഴം നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇത് റോബസ്റ്റ പഴമാണ്. ഏതെങ്കിലും ചെറുപഴങ്ങൾ കിട്ടുകയാണെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാം. അതിനായിട്ട് ഒരു ഗ്ലാസിൻ്റെ ആദ്യത്തെ ലെയറായിട്ട് ഇങ്ങനെ ഉടച്ചു വെച്ചിരിക്കുന്ന പഴം ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന മാങ്ങയും സ്ട്രോബെറീസ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന അവൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ മിക്സിയിൽ അടിച്ചു വെച്ചിരുന്ന പാല് ചേർത്ത് കൊടുക്കാം. ഗ്ലാസിൻ്റെ 1/4 ഭാഗത്തോളം പാല് ചേർത്താൽ മതിയാവും. അങ്ങനെയാണെങ്കിൽ ഈ ലെയർ ഒന്നുകൂടെ നമുക്ക് ചെയ്യാൻ പറ്റും. പാല് ചേർക്കുമ്പോൾ ഈ അവൽ ചെറുതായിട്ടൊന്ന് പൊന്തി വരും. അപ്പോൾ ഒരു സ്പൂൺ വെച്ച് ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് നട്ട്സ് ചേർത്ത് കൊടുക്കാം. ഏത് നട്ട്സ് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഞാൻ കപ്പലണ്ടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് 1/2 ടേബിൾ സ്പൂണോളം ജാം ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജാം ഉപയോഗിക്കാം. ഞാനിവിടെ ചെറി ജാമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഇട്ടിരിക്കുന്ന ലെയർ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാം. ഇപ്പം നമ്മുടെ അവിൽ മിൽക്ക് ആദ്യത്തെ രീതിയിലുള്ളത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ രീതിയിലുള്ള അവിൽ മിൽക്ക് കാണാം. അതിനായിട്ട് വറുത്ത് വച്ചിരിക്കുന്ന അവൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇത് ഏകദേശം 1 പിടി അവലുണ്ടാവും. ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് റെഡിയാക്കി വെച്ചിരിക്കുന്ന അവൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂണോളം റോസ് സിറപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ് കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കാം. ഇതും ഓപ്ഷണലാണ്. കണ്ടൻസ്ഡ് മിൽക്കിന് പകരം ഷുഗർ ചേർത്താലും മതി. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുപഴം കൂടെ ചേർക്കാം. ഞാൻ ചേർക്കുന്നില്ല. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് മിക്സിയിൽ അടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു അരിപ്പയിലിട്ട് അരിച്ചെടുക്കാം. അരിക്കാതെ എടുത്താലും വളരെ നല്ലതാണ്. ഇത് ഞാൻ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഗാർണിഷ് ചെയ്യാനായിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് അവലും കുറച്ച് നട്ട്സും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ടൈപ്പിലുള്ള അവൽ മിൽക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ് ഇത് കുടിക്കാനായിട്ട്. ഇതിനകത്ത് ഏത് രീതിയിൽ ഉണ്ടാക്കി കൊടുത്താലും കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ.